നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധരും നിത്യരുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിലയേറെ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അത്യുന്നതനായ ആദ്യനും അന്ത്യനുമായി രാജാതിരാജാവും ദേവാതിദേവനുമായി നിലയങ്കി ധരിച്ചവനായി മാറത്ത് പൊൻകച്ച കെട്ടിയവനായി ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമുള്ള കാലുള്ളവനായിക്കൊണ്ട് 7 നക്ഷത്രങ്ങൾ തൻ്റെ വലങ്കയ്ക്ക് പിടിച്ച് 7 നിലവിളക്കുടെ നടുവിൽ ഉലാവുന്നവനായി മഹത്വപൂർണ്ണനായി ക്രിസ്തു ഞങ്ങളിൽ വസിക്കാൻ ഇന്ന് കർത്താവ് ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും സർവ്വവ്യാപിയായി വസിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾക്ക് മീതെ, ഞങ്ങളുടെ ലംഘനങ്ങൾക്ക് മീതെ കർത്താവ് നിൻ്റെ കൃപ കൊണ്ട് കവിഞ്ഞ് നീ കർത്താവ് ഈ രക്ഷയിലേക്ക് വേണ്ടി നടത്തിയെടുത്ത ആ പ്രായശ്ചിത്തത്തെ മാത്രം നോക്കിക്കൊണ്ട് ഈ എളിയവരോട് കർത്താവ് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്താൻ ആവശ്യമായ സകല കൃപ നിന്നിലുണ്ട് കർത്താവ്. ഇന്ന് ഞങ്ങൾ ധ്യാനിക്കാൻ എടുത്തിരിക്കുന്ന വചനപ്രകാരം ഞങ്ങൾക്ക് നിന്നിൽ ഞങ്ങൾക്ക് അതിക്രമങ്ങളുടെ മോചനം നിൻ്റെ രക്തത്താലുണ്ട്. ഞങ്ങളത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതിനെതിരായി പൊങ്ങിയിരിക്കുന്ന സകല കോട്ടകൾ ഇടിവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാ പുത്രനെ മഹത്വപ്പെടുത്തിയാട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ വീണ്ടും അല്പസമയം ദൈവവചനം ധ്യാനിപ്പാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് ആയുസ്സിനെ നൽകി. സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ സ്തോത്രം. പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിലും ശത്രുമധ്യേ മേശയൊരുക്കുന്നവനായ നമ്മുടെ കർത്താവിനെ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം, അവൻ്റെ പുനരുദ്ധാന ശക്തി നമ്മുടെ സോളിൽ അനുഭവിച്ചറിയത്തക്കവണ്ണം ഹൃദയത്തെ വിശാലമാക്കി ഓപ്പൺ ഹാർട്ടോടുകൂടെ ഒരു മുൻവിധിയും കൂടാതെ നിനക്ക് കാസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ദൈവസന്നിധിയിലായിരുന്നാൽ തീർച്ചയായിട്ടും ദൈവം നമ്മളോട് സംസാരിക്കും. ഇപ്പോൾ ലൈവായിട്ട് അവർ സംസാരിക്കുന്നതെങ്കിലും കേൾക്കുന്നവരെങ്കിലും യൂട്യൂബിൽ കേൾക്കുന്നവരുണ്ടായിരിക്കാം. അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചിന്തിച്ചത് എഫേസ്യ ലേഖനത്തെയും കൊളോസ്യ ലേഖനത്തെയും ആസ്പദമാക്കി ക്രിസ്തുവും അവൻ്റെ ശരീരമാവുന്ന സഭയും തമ്മിലുള്ള ബന്ധം എന്താണ് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ ഒരു പ്രത്യേകമായ കാര്യം നമ്മൾ ചിന്തിച്ചത്, സ്തോത്രം, ക്രിസ്തുവിൽ നമുക്ക് പൂർണ്ണമായിട്ടും അവനുള്ളതിനൊക്കെ നമ്മൾ അവകാശികളാണ്. അത് നമ്മൾ വിശ്വാസത്താൽ പ്രാപിക്കണം. ആ വചനമെടുത്ത്, അതായത് ഗലാത്യ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം എടുത്തുകൊണ്ട് പലരും തെറ്റിപ്പഠിപ്പിക്കാറുണ്ട്. അത് അബ്രാഹാമിൻ്റെ അനുഗ്രഹം ജാതികൾക്ക് ക്രിസ്തുവേശുവിൽ വരേണ്ടതിന് അല്ലെങ്കിൽ വിശ്വാസത്തിൽ പ്രാപിക്കേണ്ടത്, ഈ അനുഗ്രഹം എന്ന വാക്കെടുത്ത് അബ്രാഹാമിൻ്റെ തൊഴുത്ത് നിൽക്കുന്ന ആടും മാടും പശുവും കാര്യങ്ങളാണെന്ന് മെറ്റീരിയൽ കാര്യങ്ങൾ ചിന്തിക്കുന്നവരുണ്ട്. എന്താണ് അബ്രാഹാമിൻ്റെ അനുഗ്രഹം എന്ന് വളരെ വ്യക്തമായിട്ട് ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലും 15-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നീ മുഖാന്തരം, നിന്റെ സന്തതി മുഖാന്തരം. ആ സന്തതികൾ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, സന്തതി മുഖാന്തരം എന്ന് ഗലാത്യ എടുത്തുകൊണ്ട് പറയുകയാണ്. അതായത് ക്രിസ്തുവിൽ. അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ അബ്രാഹാമിന്റെ അനുഗ്രഹം എന്ന് എവിടെയെങ്കിലും അബ്രാഹാമിന്റെ തൊഴുത്തിലുള്ള ആടും മാടും ഒട്ടകവും അങ്ങനെ ബഹുസമ്പന്നനായ കാര്യങ്ങളാണ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ ലോകത്തിന്റെ സുവിശേഷമാണ്. ലോകത്തെ ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് ധരിപ്പിക്കുന്ന സുവിശേഷമല്ല. ദൈവജനത്തെ, ദൈവ മക്കളെ സേറ്റാൻ മുഖാന്തരം ലോകത്തോട് നിരപ്പിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ റിജക്റ്റ് ചെയ്യുക. ഇത് നമുക്ക് ഇങ്ങനെ വരുന്നതിന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ ഒരു പരിധി. നമ്മുടെ ഉള്ളിലൊരു കൃപ തന്നിട്ടുണ്ട്, നമുക്കൊരു ഫ്രീ വിൽ തന്നിട്ടുണ്ട് സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാൻ. അല്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്നത് വലിയ നഷ്ടമാണ്. ഇന്ന് കൃപാസനമാണ്, ഞാൻ വീണ്ടും പറയാണ്, ഇന്ന് കൃപാസനമാണ്. പക്ഷെ ഈ ശരീരത്ത് വിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കർത്താവ് മേഘപ്രത്യക്ഷം വന്നു കഴിഞ്ഞാൽ അത് ന്യായാസനമാണ്. താൻ നിയമിച്ച മനുഷ്യൻ മുഖാന്തരം, താൻ മോഹിച്ച പുരുഷൻ മുഖാന്തരം നീതിയിൽ ന്യായം വിധിക്കുകയാണ്. നമുക്ക് കിട്ടുന്ന വെളിച്ചത്തിന്, നമുക്ക് കിട്ടുന്നതായിട്ടുള്ള ഉപദേശങ്ങൾക്ക്, സത്യത്തിന് കറസ്പോണ്ടന്റ് ആയിട്ട്, അനുപാതികമായിട്ട് എന്തുകൊണ്ട് നീ സ്വീകരിച്ചില്ല? എന്തുകൊണ്ട് നിനക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ അവസരം നീ ഉപയോഗിച്ചില്ല? എന്തുകൊണ്ട് നീ ദൈവക്രോധത്തിന് അടിമകളായിരുന്നിട്ട് പോലും നിന്നെ ഞാൻ സ്നേഹിച്ച് ദീർഘക്ഷമയോടെ നിന്റെ അകത്ത് തക്ക ശിക്ഷ നൽകാതെ നിന്നോട് സംസാരിച്ച സത്യം നീ എന്തുകൊണ്ട് കൈക്കൊണ്ടില്ല? എന്തുകൊണ്ട് നീ അനീതി കൊണ്ട് സത്യത്തെ തടുത്തു എന്നുള്ളത് നമ്മുടെ മെമ്മറിയിൽ ഇപ്പോൾ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഉപദേശിക്കുന്നവരോട് മറ്റവരോട് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാം, ഓർഗ് ചെയ്യാം. ദൈവസന്നിധിയില് ആർക്കും എതിർത്തുകൂടാൻ പറ്റാത്ത ശക്തിയും പരാക്രമമുള്ളവൻ എന്നാണ് യഹോശാഫാത്ത് അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്.
ഇൻഫാക്ട് നമ്മുടെ പരിശുദ്ധാത്മാവ് ഡയറക്റ്റ് നമ്മുടെ സോൾ ഇടപെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കും എതിർക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ഒരു വഴി ദൈവത്തിനുണ്ട്. അതേപോലെ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ കൂടെ ഉപദേശങ്ങളിൽ കൂടെ ഇടപെടാം. പിതാവ് എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ പിതാവ് ആകർഷിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്ന മീഡിയേറ്ററിൽ കൂടെയാണ്. പരിശുദ്ധാത്മാവ് ആകർഷിക്കുന്നത് പല വിധത്തിലുണ്ട്. നമ്മൾ ലേഖത്തിൽ കർത്താവിനെ പറഞ്ഞിരിക്കുന്നത് എന്താ? സ്തോത്രം, വചനത്താൽ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജന്മം പ്രാപിക്കുക. വെള്ളത്താലും ആത്മാവിനാലും. അപ്പൊ ആത്മാവിന്റെ പ്രവൃത്തിയാൽ ഒരു വീണ്ടും ജനനം നടക്കുന്നത് എങ്ങനെ? പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാൽ മറിയുടെ ഉദരത്തിൽ ഒരു ശിശു ഉരുവായുവോ? മുസ്ലിമുകൾ പഠിപ്പിക്കുന്നമാര് ബയോളജിക്കൽ ബർത്ത് അല്ല, മുസ്ലിമുകൾ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അതിന് മറിയുടെ പുത്രൻ എന്നാ പറയുന്നത്. ബൈബിൾ അതിന് പഠിപ്പിക്കുന്നത് വേശ്യാപുത്രൻ എന്നാ. ബൈബിളിൽ മറിയുടെ സന്തതി എന്ന് പറഞ്ഞാൽ വേശ്യപ്രവൃത്തി മൂലം ഉണ്ടായതെന്ന് പറഞ്ഞു. അങ്ങനെയല്ല. പരിശുദ്ധാത്മാവ് ദൈവഹിതം അറിയിച്ചപ്പോൾ മറിയുടെ റിയാക്ഷൻ എന്തായിരുന്നു? മറിയ അവിടെ റിജക്ട് ചെയ്തിരുന്നെങ്കിൽ ഇത് മോഷ്കാണ്, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ പുരുഷനെ അറിഞ്ഞില്ല, അപ്പൊ ഞാനൊരു സെക്ഷൽ ഇന്റർകോഴ്സിൽ പോയിട്ടില്ല, അതുകൊണ്ട് ഗർഭധാരണം സാധ്യമല്ല എന്ന് ഹ്യൂമൻ നോളജിൽ ഒപ്പോസ് ചെയ്തിരുന്നെങ്കിൽ അവിടെ സക്കറിയാവിന് എന്തുണ്ടായിരുന്നത്? സക്കറിയാവിന്റെ അടുത്ത് വന്നിട്ട് ദൈവദൂതൻ യോഹന്നാന്റെ ബർത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വിശ്വസിക്കാതിരുന്നുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ സംഭവം നടക്കുന്നവരേക്ക് നീ ഊമനായിരിക്കും. ഇതേപോലെ വചനത്തെ ദൈവാലോചന റിജക്ട് ചെയ്യുമ്പോൾ നമ്മൾ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ സോൾ ബൈൻഡ് ആകുന്നുണ്ട്. ഇതിന് നമുക്ക് ദൈവവചനം അയക്കുമ്പോൾ ലോർഡ് ഞാൻ ഇങ്ങനെ സംഭവിച്ചു, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് റീപെന്റ് ചെയ്യുക. സ്തോത്രം. ഈ സുവിശേഷം ഇങ്ങനെ പറഞ്ഞു മുമ്പ് ഇത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ പറഞ്ഞില്ലെങ്കിൽ ഒരു കാര്യമില്ല. നമ്മൾ കുറച്ചു പേരേ ഉള്ളൂ. ഇതിന് വല്ല വിധേനയും ദൈവസ്ഥനെ ഏത് സമയത്തും റൈഷ്യസായി നിർത്തുക നമ്മുടെ കഴിവിലല്ല. ക്രിസ്തുവിൽ ആശ്രയിക്കുന്നത് ഫ്രീ ജസ്റ്റിഫിക്കേഷനാണ്. നമ്മൾ റോമാലയത്തോട് പഠിച്ചതാണ്. അതിന് നിർത്തുക എന്നുള്ളതാണ് ദേവദാസൻ വരുത്തുമ്പോൾ ആർക്കും പിടിച്ചു നിർത്താൻ പറ്റില്ല. നമുക്ക് ഉപദേശം പറയാം, സ്വീകരിക്കണോ റിജക്ട് ചെയ്തോളോ, ഫ്രീ വിൽ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ദൈവം അതിന്മേൽ കൈവയ്ക്കില്ല, കൈവയ്ക്കാൻ ദൈവത്തിന് സാധ്യമല്ല, സേറ്റാനും സാധ്യമല്ല. സേത്താനും കുറ്റപ്പെടുത്തുന്നുണ്ട്, സാഹചര്യങ്ങൾ കുറ്റപ്പെടുത്തുന്നു. ഐ ആം റോങ് എന്ന് പറയണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത് അബ്രാഹാമിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ക്രിസ്തുയേശു ജാതികൾക്ക് വരേണ്ടത് വിശ്വാസത്തിൽ. അബ്രാഹാമിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ക്രൈസ്റ്റ് ഹിംസെൽഫ്. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നീ മുഖാന്തരം നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നീ മുഖാന്തരം നിന്റെ സന്തതി എന്ന് പറയുന്നവൻ ക്രൈസ്റ്റ്. ഇത് ശരിക്കും മനസ്സിലാക്കുക. എന്നിട്ട് വേണം നമ്മളിപ്പോ എഫെസ്യർ 1:7 ചിന്തിക്കുക. അതുകൊണ്ട് ഞാൻ ഇൻ ഹിം എന്നുള്ള, അല്ലെങ്കിൽ മലയാളത്തിൽ അവനിൽ എന്നുള്ളത് ഇത്ര ഫോൺ സൈസ് വലുതാക്കി എഴുതിയിരിക്കുന്നത്. ഇത് മിക്കവാറും പ്രസംഗിക്കും അവനിൽ, ക്രിസ്തുവിൽ, എന്നിൽ വസിപ്പിൻ, എന്നാൽ ഞാൻ നിങ്ങളിലും വസിക്കും. ഇല്ലെങ്കിലോ ഇമ്പോസിബിൾ. അവന് കള്ളം പറയാൻ സാധ്യമല്ല, അവന്റെ കൃപ കൊണ്ട് സാധ്യമല്ല. അവനിൽ പാപബോധം ലഭിക്കുന്നത് ഇന്ന് ക്രിസ്ത്യനത്തിൽ എല്ലാവരും ചിന്തിക്കുന്ന പോലെ യേശുവിനെ കുറിച്ച് ചരിത്രപരമായിട്ട് വിശ്വസിച്ചാൽ അവൻ മരിച്ചു, വചനം ബൈബിൾ മുഴുവനും സത്യമാണ്, ഇത് ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു, പാസ്റ്റർ എടുക്കുന്ന ക്ലാസ് പൂർണ്ണമായിട്ട് റെഡിയാണ്, ശരിയാണ്, ഞാൻ മുഴുവൻ വായിച്ചോളാം. യേശു മരിച്ചു, അടക്കപ്പെട്ടു, അവൻ ദൈവം സൃഷ്ടിതാവായിരുന്നു, ദൈവമായിരുന്നു, ഏറ്റവും ഗോളായിരുന്നു, അവൻ മനുഷ്യനായിട്ട് അവതരിച്ചു, എന്നെ പോലെ ശരീരമെടുത്തു, പ്രാണനെടുത്തു, ആത്മാവെടുത്തു, എനിക്ക് പകരമായി ശിക്ഷയിച്ചു, മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിച്ചാൽ ഗുഡ്, ഇറ്റ് ഈസ് റൈറ്റ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് സഫീഷ്യന്റ്. നിന്റെ ഉള്ളിൽ വസിക്കുന്ന പാപം എന്ന ശക്തിയെ മാറ്റണമെങ്കിൽ ക്രിസ്തു ഉള്ളിൽ വരണം. യു കനോട്ട് ഓവർകം. നിന്നേക്കാൾ ശക്തനായ ഒരാള് നിന്നെ ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നീ എല്ലാവിധ പരിശ്രമം ചെയ്തു നോക്കിയിട്ടും അതിന് റിലീസ് ആവാൻ സാധ്യമല്ല. അതിനേക്കാൾ ശക്തിയുള്ള ഒരാള്, നിയമപരമായിട്ട് നിൽക്കുന്ന ഒരാള് തന്നെ നിന്നെ സഹായിക്കാൻ വന്നാൽ, നീ അതിന് അനുവദിച്ചാൽ മാത്രമേ നിനക്ക് സാധ്യമുള്ളൂ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനിതിൽ സുഖമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ കാര്യമില്ല. അപ്പൊ പാപം നമ്മുടെ മേൽ കർത്തൃത്വം നടക്കുന്നുണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്, അവന്റെ രക്തത്തെ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. കൊലശീലത്തെ പറഞ്ഞിരിക്കുന്നത് അവന് നമുക്ക് പാപമോചനമുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് പാപമോചനം അല്ലെങ്കിൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് ലഭിക്കുന്നത്? എങ്ങനെയാ? ഇൻ ഹിം, ഇൻ ക്രൈസ്റ്റ്. അത് അബ്രാഹാമിന്റെ അനുഗ്രഹം. ഇൻ ക്രൈസ്റ്റ്.
If you are not in Christ, impossible. God cannot save you. ഇനി ഞാൻ ക്രിസ്തുവിലാണ് അല്ലയോ എന്ന് എങ്ങനെ അറിയാം? ഞാൻ വിശ്വസിച്ചോണ്ട് ചരിത്രപരമായിട്ട് വിശ്വസിച്ചാൽ പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നതാണ് യാക്കോബ് എഴുതി വെച്ചിരിക്കുന്നത്. അവ വിറക്കുകയും ചെയ്യുന്നു. ഇതിനൊക്കെ നേരെ ഓപ്പോസിറ്റ് ഉപദേശങ്ങൾ ഇന്ന് കേരളത്തിൽ വളരെ ശക്തമായി നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. യാക്കോബായിട്ട് പറയുന്നത് വേറെ കോണ്ടസ്റ്റിലാണെന്ന് പറയും. വിദ്വാൻമാരായ ഡോക്ടറേറ്റ് ഉള്ളവന്മാർ പ്രസംഗിച്ച് നടക്കുന്നുണ്ട്. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാരുടെ പുറകിലുണ്ട്. ഞാൻ വീണ്ടും പറയേണ്ടത്, നമ്മുടെ ഫ്രീ വില്ലിനെ ഫ്രീസ് ചെയ്തിട്ടില്ല. നമ്മുടെ ഫ്രീ വില്ലിനെ ഫ്രീസ് ചെയ്യാൻ ദൈവത്തിന് സാധ്യമല്ല. എനിക്ക് നന്മയും തിന്മയും തിരിച്ചെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ദൈവമോ ശേഷാനോ മറ്റു മനുഷ്യർ ഉപദേഷ്ടന്മാരെ നിർബന്ധിച്ച് നിങ്ങൾ എടുത്താലും ദൈവത്തിന്റെ ഡിവൈൻ അക്കൗണ്ടിൽ അത് കണക്കിടപ്പെടുകയില്ല. അങ്ങനെയാണ് ദൈവത്തിന് ഈ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചെടുത്തേ കഷ്ടപ്പാട് നടത്തേണ്ട വല്ല കാര്യമുണ്ടോ? അവനങ്ങ് ക്ഷമിച്ചാൽ പോരായിരുന്നോ? പക്ഷെ ഡിവൈൻ ജസ്റ്റിസ് സമ്മതിക്കില്ല. ദൈവം തന്റെ സ്വേച്ഛാധികാരത്തിനല്ല ഭരണം നടത്തുന്നത്. there is a law written in him. അവന്റെ സോളില് ഒരു ലോ എഴുതിയിട്ടുണ്ട്. ആ ലോ തന്നെയാണ് നമ്മുടെ സോളിൽ എഴുതിയിരിക്കുന്നത്. അതാണ് തന്റെ സ്വരൂപത്തിന് സാദൃശ്യത്തിന് നമ്മെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഞാനിതൊക്കെ വളരെ ലളിതമായ ഭാഷയിൽ സംസാരിച്ചിട്ടുള്ളതാ. ആദാമിനെ അവനെ തോട്ടത്തിലാക്കിയിട്ട് ഒരു കെരൂബിനെ കാവൽ നിർത്തിയായിരുന്നെങ്കിൽ ഈ പാമ്പ് അവിടെ വരുമായിരുന്നോ? അല്ലെങ്കിൽ പാമ്പിനകത്ത് സേറ്റാൻ കിടക്കുമായിരുന്നോ? എത്രയോ സിമ്പിളായൊരു കാര്യമാണ്. പക്ഷെ തോട്ടത്തിൽ വേല ചെയ്യുവാനും കാപ്പാനുള്ള ഉത്തരവാദിത്വം ആദാമിന് നിക്ഷിപ്തമായിരുന്നു. ഇതേപോലെ നിന്റെ സോളിനെ, നിന്റെ സ്പിരിറ്റിനെ കാക്കാനുള്ള ഉത്തരവാദിത്വം പാസ്റ്ററിന്റെ കയ്യിലല്ല, കർത്താവിന്റെ കയ്യിലല്ല, നിന്നിലാണ്. Your duty to trust, rely on Christ, believe. ആശ്രയിക്കുക. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആശ്രയിക്കുക. എന്തിനാ? അവനിൽ വസിപ്പാൻ. അവനിൽ വസിച്ചാൽ നിനക്ക് കിട്ടുന്നതാണ് അവന്റെ രക്തത്താൽ. എന്തിനാ അവന്റെ രക്തത്തിന്റെ ആവശ്യം എന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതാണ്. അറ്റോൺമെന്റിനെ കുറിച്ച് പഠിച്ചപ്പോൾ അറ്റോൺമെന്റിന്റെ ആവശ്യകത എന്താണ്? അറ്റോൺമെന്റ് ആർക്ക് വേണ്ടിയാണ്? എങ്ങനെയാണ് യേശു ക്രിസ്തു അറ്റോൺമെന്റ് നടത്തിയെടുത്തത്? ദൈവം അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് എങ്ങനെയാണ്? അവന്റെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് അവനെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതാ അറ്റോൺമെന്റ് എന്ന് പറയുന്നത്. പിതാവായ ദൈവം പുത്രനായ ദൈവം തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് ആണ്, ഒരു കവനന്റ് ആണ്. ആ കവനന്റ് പൂർത്തീകരിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് ആ കവനന്റ് 100% പെർഫെക്റ്റ് ആയിരുന്നു എസ്റ്റാബ്ലിഷ് ചെയ്തു. എന്നിട്ട് ഫ്രീ ആയിട്ട് പറയുകയാണ്, whoever believe in him, whoever rely on him, whoever trust in him. ആരെല്ലാം അവനെ ആശ്രയിക്കുന്നുവോ അവരെ സൗജന്യമായിട്ട് നീതീകരിക്കാം. പാപം ക്ഷമിച്ച് കിട്ടിയവനായിട്ടല്ല. യേശു ഒരു കാലത്തും പാപം ചെയ്യാതിരുന്നത് പോലെ ഒരു കാലത്തും പാപം ചെയ്യാത്തവരായിട്ടാണ് അവരെ വിശ്വസിക്കുന്നവരെ കണക്കിടുന്നത്. ഇത്രയും ഫ്രീ ആയിട്ടുള്ള ഗിഫ്റ്റ്, ഇത്രയും സന്തോഷകരമായ വാർത്ത, അതാണ് ഗുഡ് ന്യൂസ്. അതാണ് സത്വർത്തമാന സുവിശേഷം എന്ന് പറയുന്നത്. ഇത് സ്വീകരിക്കാൻ എന്താ ബുദ്ധിമുട്ട്? അവിടെയാണ് ഈ അനീതി കൊണ്ട് സത്യത്തെ തടയുന്നത്. അത് നമുക്ക് എടുത്ത് വായിക്കാം. റോമലേഖനം, ഞാൻ പറയാൻ ചിന്തിച്ച കാര്യമല്ല, അത് ക്ലാസിന്റെ ആരംഭത്തിൽ തന്നെ അതിങ്ങനെ വായിൽ വന്നത് കൊണ്ട് പറഞ്ഞെന്നുള്ളു. റോമലേഖനം എല്ലാവരും എടുത്തേക്ക, ചാപ്റ്റർ 1 verse 17. റോമൻസ് തുടങ്ങിയെന്ന് ഞാൻ വായിക്കാം. സ്തോത്രം. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവരും ആദ്യ യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നല്ലോ. എന്താ സുവിശേഷം? എന്തിനായിരുന്നു അറിയുന്നത്? സുവിശേഷം യഹൂദനായാലും ജാതിയായാലും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. അപ്പൊ സുവിശേഷം കൈക്കൊള്ളേണ്ട ആവശ്യകത എന്താണ്? എന്നിട്ട് പറയാണ്, അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായി കൊണ്ടും വെളിപ്പെടുന്നു. നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത്. For therein is the righteousness of God revealed from faith to faith. It is not a one act. Faith to faith. വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായി കൊണ്ടും വെളിപ്പെടുന്നു. ഒരിക്കലും വിശ്വസിച്ചോണ്ട് പോരാ. always in him. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നിട്ട് പറയാണ്, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന ഏത് മനുഷ്യനെ അബദ്ധിക്കും. അനീതിക്ക് നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. സത്യം എന്താണ്? പരകെഴുതിയിരിക്കുന്ന സത്യ സുവിശേഷം. സുവിശേഷം സത്യമാണ്.
ഉപദേശം സത്യമാണ്. പക്ഷെ ഇതിന്റെ എല്ലാത്തിനും പുറകിൽ എന്താണ്? ക്രൈസ്റ്റ്. അതാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഹി ഹിംസെൽഫ് ഈസ് ദ ട്രൂത്ത്. അപ്പൊ സുവിശേഷത്തിൽ കൂടെ ആരെ അവതരിപ്പിക്കുന്നത്? സത്യത്തെ. നിങ്ങൾ സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന പരമയാഗമായി തീർന്ന ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്ത്, അവനെ മരിച്ചോണ്ടിരുന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്ത് മഹിമയുടെ വലതുഭാഗത്ത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനായി, നിങ്ങളുടെ സോളിനെ രക്ഷിപ്പാനും കണ്ടം ചെയ്യുവാനും അധികാരമുള്ളവനായി, നിങ്ങളെ സ്നേഹിച്ചു നിങ്ങൾക്ക് പകരമായി നിങ്ങളുടെ മേലുള്ള ശിക്ഷ ഏറ്റെടുത്ത് നിങ്ങൾക്ക് ഫ്രീ ജസ്റ്റിഫിക്കേഷൻ തരുന്നതായി അവനെ അവതരിപ്പിക്കുമ്പോൾ അനീതി എന്താ? അൺറൈഷ്യസ്നെസ്, സെൽഫ് റൈഷ്യസ്നെസ്. ഈ അൺറൈഷ്യസ്നെസ് പെട്ട ഒരു കാര്യമാണ് സെൽഫ് റൈഷ്യസ്നെസ്. ശരിയായ റൈഷ്യസ് എന്താ? ദൈവം വിശ്വസിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് നൽകുന്നത്, യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് നൽകുന്നതാണ് റൈഷ്യസ്നെസ് ഓഫ് ഗാഡ്. അതിന് ഓപ്പോസിറ്റായി നിൽക്കുന്ന എല്ലാം തന്നെ അനീതിയാണ്, അൺറൈഷ്യസ്നെസ് ആണ്. അതിൽ പെടുന്ന ഒരു പ്രധാനപ്പെട്ടത് വിഷം പിടിച്ച, ഏറ്റവും കൂടുതൽ വിഷം പിടിച്ച ഒരു സാധനമാണ് സെൽഫ് റൈഷ്യസ്നെസ്. ഞാൻ പറയുന്നത് കറക്റ്റ് ആണ്, സാഹചര്യമാണ് തെറ്റ്, നിങ്ങളാണ് തെറ്റ്, അവനാ തെറ്റ്, ഇതാണ് തെറ്റ്. യു ആർ ജസ്റ്റിഫൈ യുവർ സെൽഫ്. ഇതിന്റെ ഒരു നോളജ്, റോങ് നോളജ് കൊണ്ട് നിങ്ങളുടെ സോളിൽ ഡെവലപ്പ് ആയിരിക്കുന്ന ഒരു ഇമോഷനാണ് അത്. ആ ഇമോഷൻ കൊണ്ട് സത്യ സുവിശേഷത്തിൽ കൂടെ അവതരിപ്പിക്കപ്പെട്ട് നിങ്ങളുടെ രക്ഷയ്ക്കായി വരുന്ന ക്രിസ്തുവിനെയാണ് തടയുന്നത്. സ്റ്റോപ്പ് ദാറ്റ്, സ്റ്റോപ്പ് ദാറ്റ്. അപ്പൊ ഞാൻ ഈ ക്യാമറയിൽ നോക്കി പറയും വിചാരിക്കും, എല്ലാവരും വിചാരിക്കും അത് മറ്റുള്ളവർക്ക് എനിക്കുള്ളതല്ല. നിങ്ങളുടെ സോള് വളരെ വ്യക്തമായി പറയുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ പ്രവൃത്തികൾ, ചിന്താമണി നിങ്ങൾക്ക് തന്നെ റീഡ് ചെയ്യാം. അതിനകത്തൊക്കെ അല്പമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തരുന്നത് നിങ്ങളുടെ സോള് ഡാം ആവാതെ തക്കവണ്ണം വളരെ പ്രാർത്ഥനയോടും സ്നേഹത്തോടും നിങ്ങളുടെ മരണം ഇങ്ങോട്ട് വഹിച്ചത് ഏറ്റെടുത്തിട്ടാ പറയുന്നത്. ലോർഡ്, അവരുടെ മേൽ വരണ ശിക്ഷ എന്റെ മേൽ വരട്ടെ, അവന്റെ മേൽ വരേണ്ട മരണം എന്റെ മേൽ, ഐ എം റെഡി ടു ഡൈ. ബട്ട് ലോർഡ്, നീ അവർക്ക് വേണ്ടി കൊടുത്ത സോളിന്റെ വില, നീ അവർക്ക് വേണ്ടി അനുഭവിച്ച ആ പീഡാനുഭവത്തിന്റെ വിലയൊന്ന് ഓർക്ക്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തെന്ന് അത്യുച്ചത്തിൽ നിലവിളിക്കത്തക്കാണ് നീ അനുഭവിച്ച ആ നിമിഷങ്ങളൊന്ന് ഓർക്ക്. ഈ സോള് നിന്റെ കരുത്തിൽ നിന്ന് വിട്ടുപോയ അത് പാതാളത്തിൽ നരകത്തിൽ അനുഭവിക്കാൻ പോകുന്ന കഷ്ടം എന്തെന്ന് ഓർക്ക്. ഐ ആം റെഡി ടു ടേക്ക് ദാറ്റ് ബർഡൻ. പ്ലീസ് റിലീസ് ദം, പ്ലീസ് റിലീസ് ദം എന്ന് പറഞ്ഞത് അനുഭവിച്ചിട്ടാവാ ഈ സുവിശേഷം പറയുന്നത്. മറ്റു പലരും പലതും പറയുന്നുണ്ടായിരിക്കാം, അത് കേട്ടിട്ട് കാര്യമില്ല. അങ്ങനെ റോങ് ആയിട്ടുള്ള നോഷൻസ് വേണ്ടത്ര നിങ്ങളുടെ മുമ്പിലുണ്ടാവും. റോങ് നോഷൻസ് വേണ്ടത്ര മുമ്പിലുണ്ടാവും. അതിനോട് കറസ്പോണ്ടന്റ് ആയിട്ട് ഒരു ഇമോഷൻ നിങ്ങളെ ഭരിക്കുന്നുണ്ടാവാം. ആ ഇമോഷൻ കൊണ്ട് സത്യ സുവിശേഷം വരുമ്പോൾ അതിനെയും നിങ്ങൾ മറ്റുള്ള പോലെ കൺസിഡർ ചെയ്താൽ God, you cannot do anything. നിങ്ങളെ രക്ഷയിലേക്ക് നടത്തുന്നത് കൊണ്ട് ദൈവത്തിന് ആത്മ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രീ ആയിട്ട് തരുന്ന, അവൻ ഫ്രീ ആയിട്ട് തരുന്ന ആരോഗ്യം, സമ്പത്ത്, മറ്റു പല കാര്യങ്ങളും വേണമെങ്കിൽ ഒന്ന് കുറയ്ക്കാം. അപ്പൊ എന്താ മനസ്സിലാക്കണ്ടേ? അയ്യോ, ദൈവനോട് കോപിച്ചെന്നല്ല, ലോർഡ് യു ആർ ലവിങ് മീ. എന്റെ സോൾ നിത്യമായി നരകത്തിൽ പോയി കഷ്ടം അനുഭവിക്കാതിരി നിന്നെ ഇന്ന് കൈവിട്ട് പോകാതിരിക്കത്തക്കട നീ എന്നെ ഒന്ന് താഴ്ത്തുന്നു നല്ലതായി. അങ്ങനെ വേണം ദൈവത്തോട് അടുക്കാൻ. അനീതി കൊണ്ട് സത്യത്തെ നടക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്ക് നേരെ ദൈവത്തിന്റെ ദീർഘക്ഷമയല്ല വെളിപ്പെടുന്നത്, ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ആ കോപത്തെ നമുക്ക് പകരമായി വഹിച്ചവനായ, അത് സഹിച്ചവനായ, അനുഭവിച്ച് ദൈവനീതിക്ക് തൃപ്തി വരുത്തിയ ക്രിസ്തുവിനെയാണ് സുവിശേഷത്തിൽ കൂടെ അവതരിപ്പിക്കുന്നത്. അവിടെ നിങ്ങൾ എന്തെങ്കിലും തടയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നാശത്തിന് വേണ്ടിയുള്ളതായിരിക്കും. ഇത് നമ്മുടെ ഇന്റലക്ച്വൽ അല്ലയോ? ആഹാരം കഴിക്കുന്ന എങ്ങനെയാ? നിങ്ങൾ കുളിക്കാൻ പോകുന്നത് എങ്ങനെയാ? ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ തോട്ടിൽ ഒരു ഇൻഡ്യൂഷൻ വന്നിട്ടല്ലേ നിങ്ങൾ അനുസരിക്കണം വേണ്ടോ തീരുമാനിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ഇൻഡ്യൂഷനും നിങ്ങൾ അനുസരിക്കുന്നുണ്ടോ? എല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ റൈറ്റ് ആണെന്ന് തോന്നുന്നതും നിങ്ങളുടെ വ്യക്തിപരമായ കാര്യത്തില്, സാമൂഹികമായ കാര്യത്തില്, നിങ്ങളുടെ സോളിന് ഇഷ്ടപ്പെടുന്ന കാര്യത്തില് നല്ലതെന്ന് നിങ്ങൾ തോന്നുന്നത് ചെയ്തോളൂ. നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ആലോചന നിങ്ങൾ ചെയ്ത് എന്നേ ചത്തുപോയേന്. അപ്പോൾ നല്ലത് തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ആ കഴിവിൽ നിങ്ങൾക്ക് കിട്ടുന്ന നല്ലതായ കാര്യം നിങ്ങൾ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു, എങ്ങനെ റിജക്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ സോളിൽ റെക്കോർഡ് ആവുന്നുണ്ട്. അത് നിങ്ങൾക്ക് രക്ഷിക്കപ്പെട്ട് വീണ്ടും പ്രാപിച്ചവർ കഴിഞ്ഞ കാല പാപങ്ങളൊന്നും ഓർമ്മയില്ലയോ? അതെല്ലാം ഓർമ്മയുണ്ട്. പക്ഷെ കൃപാലുവായ ദൈവം
അതിന്റെ ഇമോഷൻസ് ഇപ്പൊ ഡെവലപ്പ് ചെയ്യുന്നില്ല. പക്ഷേ ശരീരം വിട്ട് പാതാളത്തിൽ ചെന്ന് കഴിഞ്ഞ് ഇത് ഈ ഇമോഷൻസ് എല്ലാം ഒരുമിച്ച് ഡെവലപ്പ് ആവും. അവിടെ അൺകോൺഷ്യസ് എന്ന അവസ്ഥയില്ല. ഇന്ന് നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഭാരം വന്നാൽ ബോധം കെട്ടുപോകും. സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ വേദന വന്നാൽ ബോധം കെട്ടു വീഴും. ഒന്നും അറിയില്ല. ആക്സിഡന്റുകൾ ഉണ്ടാകുമ്പോൾ സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ വേദന വന്ന എന്തേ അറിയില്ല. പിന്നെ മോർച്ചറി കിടക്കുമ്പോഴല്ല അറിയുന്നത്. വെന്റിലേറ്ററിൽ കിടക്കുന്ന ഓർമ്മ വരുമ്പോഴായിരിക്കും ഇങ്ങനൊരു സംഭവം. കാറ് വരുന്നത് കണ്ടു, പിന്നെ ഒന്നും ഓർമ്മയില്ല. എനിക്ക് സംഭവിച്ചിട്ടുള്ള ഞാൻ പറയുന്നത് അൺകോൺഷ്യസ് നമുക്ക് ഓർമ്മയില്ല. വേദനയ്ക്കുണ്ടോ അതൊന്നും അറിയില്ല. പക്ഷേ ഈ ശരീരം വിട്ടു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു അവസ്ഥയില്ല. എല്ലാ നിരാശയും കൂടി ഒരുമിച്ച് വന്നാൽ ഈ ശരീരത്തിലേക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ദൈവത്തിന്റെ ഗിഫ്റ്റ് റിജക്റ്റ് ചെയ്താൽ അതിന്മേൽ വരുന്ന നിരാശ, അതേ സമയത്ത് പാതാളത്തിന്റെ വേദനകളും അത് വേറെ കാര്യം. ഇത് കോപിപ്പിക്കാൻ പറയുന്നല്ല, ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് പറയുക. ഈ താഴെ എന്തൊക്കെ ഇങ്ങനെ തടയുന്നവർക്ക് ദൈവകോപം എങ്ങനെ വെളിപ്പെടുത്തുന്നത് അറിയണം. താഴോട്ട് ഒരു 30 വരെ ഇത് വായിച്ചു നോക്കണം. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക് വെളിവായിരിക്കുന്നു, അവർക്ക് പ്രതിവാദമില്ല. ഇതെല്ലാം കറന്നിട്ട് പറയുകയാണ്, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവം എന്ന് ഓർത്ത് മഹത്വീകരിക്കും, നന്ദി കാണിക്കുക ചെയ്ത് തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു, തങ്ങളുടെ ഫൂളിഷ് തോട്ട്സിൽ വ്യർത്ഥരായി തീർന്നു. ഇതിനൊക്കെ ഇടം കൊടുക്കേണ്ട കാര്യം. പിന്നെ താഴോട്ട് വായിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തൊക്കെ സംഭവിക്കുന്നത്. ഇതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് അറിഞ്ഞിട്ടും അതിൽ രസിച്ചു കൊണ്ടിരിക്കുക. ഇതൊക്കെ നമ്മൾ പ്രിലിമിനറി ക്ലാസ്സിൽ റോമാലേഖനം പഠിച്ചപ്പോൾ 2-3 ആഴ്ച പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അത് കേട്ടവർ ഏത് അവസ്ഥയിലായിരിക്കുന്നുവെന്ന് ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് നമുക്ക് ആക്ച്വൽ ക്ലാസ്സിലേക്ക് വരാം. സ്തോത്രം, സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അവനിൽ ക്രിസ്തുവിൽ വസിക്കുക. ബാക്കിയുള്ള കാര്യം ഫ്രീ ആണ്. ക്രിസ്തുവിൽ വസിക്കുക. ഒരു വേറൊരു വാക്യം കൂടി വായിച്ച് നമുക്ക് റോമാലേഖനം തന്നെ ചാപ്റ്റർ 5 വേഴ്സ് 17. റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് 17 ഒന്നുകൂടി എടുത്തു നോക്കാം. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏക നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ, കൃപയുടെയും നീതിദാനത്തിന്റെയും, നീതിദാനം എന്ന് പറഞ്ഞ എന്താ? റൈഷ്യസ്നസ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി കിട്ടുന്ന നീതി, റൈഷ്യസ്നസ് ഓഫ് ഗാഡ്. നമ്മുടെ ഡ്യൂട്ടി എന്താണ്? ജസ്റ്റ് ബിലീവ്. ക്രിസ്തുവിൽ ആശ്രയിക്കുക. ഏതൊരു പ്രതികൂലം വന്നാൽ, ഏതൊരു വിഷയം വന്നാൽ, ഏത് ആത്മീയമായിക്കോട്ടെ, മെറ്റീരിയൽ ആയിക്കോട്ടെ, ഫിസിക്കലായിക്കോട്ടെ, ഏതൊരു കാര്യം വന്നാലും, ലോർഡ് യു ആർ സഫിഷ്യന്റ് ഫോർ മീ ടു റിഡീം ഫ്രം ദിസ്. യു ആർ മൈ ഫ്രണ്ട്, യു ആർ മൈ ലോർഡ്, യു ആർ മൈ സാൽവേഷൻ, യു ആർ മൈ റൈഷ്യസ്നസ്, യു ആർ മൈ വിസ്ഡം. അബ്രാഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവിൻ ജാതികൾക്ക് വരേണ്ടതിന് വിശ്വാസത്താൽ പ്രാപിക്കുക. അപ്പൊ കൃപയും നീതിദാനം എന്ന് പറയുന്നത് സമൃദ്ധിയായിട്ട് ലഭിക്കുന്നതാണ്. അത് ആരാ? യേശു ക്രിസ്തു മുഖാന്തരം എന്ന ഏക നിമിത്തം ഏറ്റവും അധികമായിട്ട് ജീവനിൽ വാഴും. പാപനിമിത്തം നമ്മളിൽ മരണമാണോ? ഇന്ന് ക്രിസ്തുവിനല്ലാത്ത അവസ്ഥ നമ്മൾ എന്താ പറയുക? മരണം വാഴുകയാണ്. അത് നമ്മുടെ സോളിന് വ്യക്തമായിട്ട് മനസ്സിലാകാം. ഞാൻ പച്ചയായിട്ട് പറയാം. ദൈവവചനം വായിക്കാനുള്ള താല്പര്യം കുറവ്, വേദപുസ്തകം കയ്യിലെടുക്കാൻ താല്പര്യം കുറവ്, പ്രാർത്ഥിക്കാൻ കുറവ്, പ്രാർത്ഥിക്കാൻ ഇരുന്നതിന് ഉറക്കം വരിക, ദൈവ മക്കളായിട്ടുള്ള കൂട്ടായ്മ ആചരിക്കാൻ സന്തോഷമില്ല, ഹൃദയം തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം ഇതിന്റെ സിംറ്റംസ് ആണ്. ഞാൻ പച്ചയായിട്ടൊക്കെ വിളിച്ചു പറയാം. ഞാൻ കുറെ തിയോളജി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇറ്റ്സ് എ പ്രാക്ടിക്കൽ. നിങ്ങൾ ക്രിസ്തുവിലാണോ അല്ലയോ? മരണമാണോ വാഴുന്നത്? ജീവനാണോ വരുന്നത്? കൃപയുടെ നീതിദാനത്തിന്റെ ഫ്രീ ഗിഫ്റ്റ് ആണ്, സമൃദ്ധിയായിട്ട് ലഭിക്കുന്നതാണ്. ജസ്റ്റ് റിലൈ ഓൺ ക്രൈസ്റ്റ്. ലോർഡ്, ഇറ്റ് ഈസ് മൈ മിസ്റ്റേക്ക്, ഐ റിപ്പന്റ്. ഞാൻ ആരെയും കുറ്റം വിധിക്കുന്നില്ല. നിങ്ങളുടെ സെൽഫിനെ റിവീൽ ചെയ്യുവാൻ നിങ്ങൾ ഇഷ്ടപ്പെടാത്തൊരു കാര്യം തന്നെ നിങ്ങളുടെ ഓപ്പോസിറ്റ് പാർട്ടി ആയിരിക്കും റോങ്. നിങ്ങളായിരിക്കില്ല റോങ്. ആ റോങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ സമയത്തുണ്ടാകുന്ന റിയാക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ. ലോർഡ്, എനിക്ക് മനസ്സിലായി, എനിക്ക് കോപം വന്നു. ലോർഡ്, എനിക്ക് മനസ്സിലായി, എനിക്ക് പിണക്കം വന്നു. നീ അപ്പൊ ജഡത്തിലായി. നീ പിണങ്ങുന്നതിന്റെ അർത്ഥം നീ ജഡത്തിലായി. യു ആർ മരണം നിന്റെ മേൽ വാഴുകയാണ്. ആ സമയത്ത് ലോർഡ്, എനിക്ക് മനസ്സിലായി, ലോർഡ്, എനിക്ക് അങ്ങനത്തെ വരുന്നുണ്ട് റിയാക്ഷൻ. ലോർഡ്, പ്ലീസ് ഹെൽപ് മീ. കൃപ വേണം, നീതിദാനം വേണം. എന്താ ബുദ്ധിമുട്ട്?
അവിടെ സെൽഫിനെ ലവ് ചെയ്യാൻ നീ മരിക്കുകയാണ്, നിന്റെ സോൾ മരിക്കുകയാണ്. ഞാൻ അത് പച്ചയായിട്ടുള്ള സുവിശേഷം പറയുന്നത്, ഇത് വലിയ ഇന്റർപ്രിട്ടേഷൻ ആവശ്യം വന്നില്ല. അപ്പോൾ എന്നെ വാഴുന്നത് മരണമാണോ ജീവനാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പൊ കൃപയുടെ നീതിദാനത്തിന്റെ സമൃദ്ധി യേശു ക്രിസ്തുവിന് ഏകനിമിത്തം വേറെ ആരിലുമില്ല, വേറൊരു പ്രവൃത്തിയിലില്ല, സുവിശേഷത്തിന്റെ പ്രവൃത്തിയിലില്ല, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിലില്ല. ഒരു പ്രവൃത്തിയാലും സാധ്യമല്ല. മറ്റു മതങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് എന്താ, നമ്മളിൽ ഒരു ഡെപ്റ്റ് ഉണ്ട്, എന്താ ഒരു കടമുണ്ട് ഏകന്റെ ലംഘന നിമിത്തം, അതിനോട് കൂടെ നമ്മളും കൂടെ കുറെ കൂട്ടിച്ചേർത്തു. ഇതിനെ നല്ല പ്രവൃത്തികൾ കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ നോക്കുക. ഇതല്ലേ ഇപ്പൊ നമ്മള് ഒരു 5 കിലോ അരി വാങ്ങിക്കുകയാണ്. അപ്പൊ 5 കിലോന്റെ ഒരു അരി ഒരു എന്താ തൂക്ക് കട്ട ബാലൻസിന്റെ ഒരു സൈഡിൽ വെക്കും, മറ്റേ സൈഡിൽ അരി കോരിയിടുമ്പോ ഇത് രണ്ടും ബാലൻസ് ആയി വരുന്നോടത്തോളം ഇങ്ങനെ കോരിയിടും അല്ലേ. ഇതേപോലെ ഡെപ്റ്റ് ഏതും തോട്ടം തുടങ്ങി നമ്മുടെ ഉള്ളിലുണ്ട് കടം. ഇതിനെ നല്ല പ്രവൃത്തി കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യിപ്പിക്കാനാണ് മറ്റു മതങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. കത്തോലിക്ക മതമായിക്കോട്ടെ, ഇസ്ലാം മതമായിക്കോട്ടെ, ഹൈന്ദവ മതങ്ങളായിട്ടെ, പ്രവൃത്തിയിൽ കൂടെയുള്ള നീതികൾ. ഇതിനകത്ത് ക്രിസ്ത്യൻ്റെ കുറച്ച് പേര് സുവിശേഷം എന്ന് വ്യാജ സുവിശേഷം കൊണ്ടിട്ടു, എന്നിട്ട് പ്രവൃത്തിയിൽ കൂടെ നീതീകരിക്കാൻ നോക്കും. ഇമ്പോസിബിൾ. ഡിവൈൻ ജസ്റ്റിസ് സമ്മതിക്കുന്നില്ല. മറുവില. പാപം ചെയ്തതേക്ക് മരിക്കണം. നിന്റെ പ്രവൃത്തി കൊണ്ട് നിനക്ക് സാധ്യമല്ല. ഞാൻ നല്ല കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് സാധ്യമല്ല, ഞാൻ ആർക്കും ദോഷം ചെയ്യാതിരിക്കൊണ്ട് സാധ്യമല്ല, ഞാൻ എന്നെ നീതീകരിക്കൊണ്ട് സാധ്യമല്ല, ഞാൻ ആർക്കും ദ്രോഹം ചെയ്യാതെ ജീവിച്ചോളും സാധ്യമല്ല. ഇമ്പോസിബിൾ. യു ഹാവ് ടു കം ടു ക്രൈസ്റ്റ്. നീ വന്നാൽ പോരെ, ക്രിസ്തുവിൽ വസിക്കണം. കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അവിടെയാണ് നമുക്ക് കഷ്ടതയുള്ളത്. ക്രിസ്തുവിൽ വസിക്കുന്നതിന് ഒരു കഷ്ടതയിലെ വിശാലമഴ ഇങ്ങനെയാ പോകുന്നത്. പോകുന്തോറും വൈഡായിക്കൊണ്ടിരിക്കും. ക്രിസ്തുവിലാണെങ്കിലോ പോകുന്തോറും ഷാർപ്പായിക്കൊണ്ടിരിക്കും. തിരിച്ചിങ്ങനെ മുള്ളുകൾ നിൽക്കും, കുത്തുവാക്കുകള്, ശത്രുവിന്റെ ഭീഷണങ്ങള്, എതിർപ്പുകള്, രോഗങ്ങള്, പീഡകള്. ഇവിടെയൊക്കെ നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്ത് പോകണം. ഈ സിക്സാഗ് റോഡിലെ ഇടയ്ക്ക് സിക്സാഗ് വെക്കുന്ന കണ്ടിട്ടില്ലേ, ഓട്ടത്തിന്റെ സ്പീഡ് ഒന്ന് കുറയ്ക്കാൻ. ഇതാണ് ഇടുക്കമുള്ള പാത, ഞെരുക്കമുള്ള വഴി, ഇടുക്കമുള്ള വാതില്, ഞെരുക്കമുള്ള വഴി. ഇതൊന്നും വേണ്ട, എനിക്ക് വേണ്ട കർത്താവേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നടക്കില്ല. എന്തിനാ? നിന്നിലുള്ള ചീഞ്ഞളിതായിട്ടുള്ള സെൽഫ് ലവ് ഇതിനെ തുപ്പിക്കളയാൻ നിനക്ക് അവസരം തന്നെയാണ്. അതിന് റിവീൽ ചെയ്യാൻ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അവിടെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തേണ്ട, ലോർഡ് ഐ ആം റോങ്. സാഹചര്യത്തെ കുറ്റപ്പെടുത്തണം, ഐ ആം റോങ്. ആ സമയത്ത് നിന്നെ ക്രിസ്തു വെളിപ്പെടുന്നുണ്ടോ എന്ന് നോക്കുന്നത്. ഇല്ലെങ്കിൽ നിന്റെ വാഴുന്നത് മരണമാണ്. ഞാൻ തൊണ്ടകേറി പറയുന്നത് എന്താ അറിയാമോ? ആരെയും പിടിച്ചുകൊണ്ട് വെള്ളത്തിൽ മുക്കി രക്ഷിക്കാനൊന്നും സാധ്യമല്ല. ടു യുവർ ഓൺ ചോയ്സ്. വെള്ളത്തിൽ മുങ്ങിയാൽ രക്ഷപ്പെടാൻ ക്രിസ്തുവിൽ വസിച്ചാൽ. ഇപ്പം നമ്മൾ ആദ്യകാലത്തിലേക്ക് വരികയാണ്. സ്തോത്രം. അവനിൽ എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ക്രിസ്തുവിൽ വസി. ഇത് കാര്യങ്ങളൊക്കെ പഴയ കാലത്തുകളിൽ, അതായത് പെന്തിക്കോസ്ത് വിശ്വാസം ആരംഭിച്ചിട്ട് ഒരു 100 വർഷത്തോളം ആയിട്ടുള്ളൂ. ആ കാലഘട്ടത്തിൽ അപ്പച്ചന്മാരൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്യുകയും ജീവനെ കൊടുത്തും അടി കൊണ്ടും നിന്ന സഹിച്ചൊക്കെയും അവർ സഹിച്ചുകൊണ്ട് ഉപദ്രവങ്ങൾ ഏറ്റിട്ടും ശാപങ്ങൾ ഏറ്റിട്ടും പ്രാഗന്തിലേറ്റിട്ടും അവരെ അനുഗ്രഹിച്ചു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ, മുട്ടിഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അനുഗ്രഹിക്കുന്നത്. നിന്നിൽ വരുന്ന റിയാക്ഷൻ എന്താണ്? എന്നെ സെൽഫ് ലവ് വാഴുന്നുണ്ടോ? എന്നെ പഴയ മനുഷ്യൻ തലപൊക്കുന്നുണ്ടോ? നീ അനുഗ്രഹിക്കുന്നത് ശപിക്കുന്നതിന് ശപിക്കാതെ അനുഗ്രഹിക്കുക. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടത് വിളിക്കപ്പെട്ടവരായിരിക്കും. അനുഗ്രഹിപ്പേൻ. ഇതൊന്നില്ലെങ്കിൽ മരണമാണ് നമ്മൾ വാഴുന്നത്. ക്രിസ്തുവിൽ നിങ്ങൾക്ക് ഈസിയാണ്. അവനിൽ എന്ന് പറയുന്നത് വചനം പഠിക്കാൻ ഒരു വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവനിൽ അവന്റെ രക്തത്തെ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന് വീണ്ടെടുപ്പുണ്ട്. വിനേഷ് 2 സെക്കൻഡ് മതി പഠിക്കാൻ. ഇത് പഠിച്ചതാ, ആളെ മറന്നു പോവും. അവന്റെ രക്തത്താൽ ഫോർഗിവ്നെസ് ഓഫ് സിൻ ഞാൻ പഠിപ്പിച്ചു. ദൈവം ക്ഷമിക്കുകയല്ല ചെയ്യുന്നത്, മറയ്ക്കുകയാണ്.
ക്രിസ്തുവിലാണെങ്കിൽ മറയുന്നു. ക്രിസ്തുവിൽ അല്ലെങ്കിൽ നമ്മൾ നിർത്തുന്നത് എവിടെയാ? പഴയ നിയമത്തിലെ പുരോഹിതന്, മഹാപുരോഹിതന് മാത്രമേ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ അധികാരമുള്ളൂ. പുതിയ നിയമത്തിലെ വിശ്വാസികളെല്ലാവരും, പാസ്റ്റർമാരല്ല, വിശ്വാസികളെല്ലാവരും തന്നെ അതിവിശുദ്ധ സ്ഥലത്ത് നിവരെ നിൽക്കുന്ന പലകകളാ. എവിടെ നിർത്തിയിരിക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ പ്രായശ്ചിത്തമാകുന്ന അരശേക്കൽ വെള്ളിയിൽ ധനവാന് കൂടുതലും കൊടുക്കരുത്, ദരിദ്രനും കുറച്ചും കൊടുക്കരുത്. എല്ലാവരും അരശേക്കൽ ഒരേപോലെയാണ്. കർമ്മനെന്നോ വെളുപ്പിനെന്നോ സ്ത്രീയെന്നോ പുരുഷനോ ധനവാനെന്നോ ദരിദ്രനെന്നോ ഒരുവിനും ഒരു വ്യത്യാസമില്ല. വിശ്വസിക്കുന്ന ഏവരും ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവൻ അരശേക്കൽ വെള്ളിയിലാണ്. നിന്നെ വെട്ടിയെടുത്തിരിക്കുന്നത് ഗദിരമരം കൊത്തി നിന്നാണ്. മരുഭൂമിയിലേക്ക് ഇവിടെ നമുക്ക് അക്കേഷ്യ വുഡ്, നല്ല വുഡ് കിട്ടും. ഇന്തോനേഷ്യ ഇമ്പോർട്ടേഴ്സ് വരുന്ന അക്കേഷ്യ വുഡുണ്ട്. എന്നാൽ മരുഭൂമിയിൽ അക്കേഷ്യ അങ്ങനെ നിറയെ മുള്ള ഒരു പക്ഷിക്ക് പോലും വന്നിരിക്കാൻ പറ്റില്ല. അതിനെ വെട്ടിയെടുത്താണ് പലകൾ ഉണ്ടാക്കിയിട്ട് ഈ അരശേക്കൽ വെള്ളിയിൽ അതിൻ്റെ പുട്ടികൾ നിർത്തുന്നത്. അത് നിർത്തിയിട്ട് നിവരെ നിൽക്കണം. നിവരെ നിർത്താൻ വേണ്ടി 5 അന്താഴങ്ങളുണ്ട്. നമ്മൾ പഴയ ഓടിൻ്റെ വീട് കണ്ടിട്ടുണ്ടോ? ഓടിൻ്റെ വീട് എന്താ പറയുക, തുലാം വെച്ചിട്ട് ഉത്തരം വെച്ചിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ തുലാങ്ങൾ വെക്കും. അതിന് തമ്മിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടി ഒരു റിങ് ഇങ്ങനെ അടിച്ചു കയറ്റും. ഞാൻ കണ്ടിട്ടുണ്ട് ഓട് വീട് പണിയുന്നത്. അതേപോലെ 5 വിധ ഉപദേശങ്ങളിൽ 5 വിധ ദൈവ ശുശ്രൂഷകള്, അപ്പസ്തോലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഉപദേഷ്ടാവ്, ഇടയൻ, ഈ 5 വിധ ബാറുകൾ കൊണ്ടാണ് നിർത്തുന്നത്. അപ്പൊ അതിനകത്ത് എന്തുണ്ട്? തിരുവെഴുത്തുകള്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയുടെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത്. എന്നെ ആരും ശാസിക്കരുത്, ഞാൻ ശാസിച്ചാൽ പണങ്ങും. പിന്നെ ഞാൻ 2 ആഴ്ചക്ക് പ്രാർത്ഥനയ്ക്ക് വരില്ല, 2 ആഴ്ച ഞാൻ മിണ്ടില്ല, ഞാൻ പ്രാർത്ഥന മുടക്കും, ഞാൻ കർത്തൃവേഷം മുടക്കും. ഞാൻ റൈഷ്യസാ, നീ തെറ്റ്, എന്നെ ശാസിച്ചതിന് എന്നെ വഴക്ക് പറഞ്ഞ് ദൈവം എന്നെ പറഞ്ഞിരിക്കുന്നത് 2 തിമോഥെയോസ് 3:16 ഞാൻ പറയുന്നത്. എല്ലാ തിരുവെഴുത്തുകളും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ, സാധാരണ മനുഷ്യരോടല്ല പറയുന്നത്, ദൈവ കുടുംബത്തിൽ ജനിച്ച ദൈവത്തിന്റെ മനുഷ്യനാണെങ്കിൽ ഉപദേശത്തിന്, ആ പാസ്റ്റർ ഉപദേശം മാത്രമൊക്കെ പറഞ്ഞു പോയാൽ ഞങ്ങൾ ഇഷ്ടംപോലെ ജീവിച്ചോളാം. ശാസനത്തിന്, ഗുണീകരണത്തിന്, നീതിയിലുള്ള അഭ്യസനത്തിന്, യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചിട്ട് കൃപയുടെ നീതിദാനത്തിന് സമൃദ്ധി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മോണിറ്റർ ചെയ്തിട്ട് ദൈവവചനത്തിൽ കൂടെ ഉപദേശിച്ച് മാത്രം പോവല്ല ചെയ്യുന്നത്. പിന്നെ തിരുവചനത്തിന്റെ ഉപദേശത്തിന് മാത്രം മതി എന്ന് പറഞ്ഞ് വിട്ടു കളഞ്ഞാൽ പോരെയോ? ജസ്റ്റ് ബിലീവ്. ഈ ശരീരത്തിൽ നമുക്ക് വസ്യം കുറച്ചേ ഉള്ളൂ. ഇപ്പൊ മറ്റൊരാൾ വാദിച്ചിട്ടോ ഓർഗിച്ചിട്ടോ ജയിച്ചു നിന്ന് എത്രത്തോളം ജയിച്ചു നിൽക്കും? എവിടെ വരെ ജയിച്ചു നിൽക്കും? എവിടെ വരെ ജയിച്ചു നിൽക്കും? ആയിരക്കണക്കിന് വലിയ വലിയ ശ്രേഷ്ഠന്മാരെ, ദേവദാസന്മാര് വേൾഡ് മുഴുവൻ കേടി നടന്ന്, കേരളത്തിൽ നിന്ന് ലോകമെമ്പാടും നടന്ന് സത്യസുവിശേഷം പ്രസംഗിച്ചവർ ഇന്ന് പലരിപ്പം ജീവിച്ചിരിക്കുന്നവരുണ്ട്, എനിക്കറിയാം. അതൊന്നും സാരമില്ല, കോംപ്രമൈസ് ചെയ്ത് പോയി. അവരകത്തു നിന്നറിയോ വീണ്ടും ചെന്ന പ്രാപിച്ചിട്ടല്ല ദൈവരാജ്യത്തിന് വന്നത് തന്നെ ഈ പറഞ്ഞ പോലെ സൈറ്റാന്റെ ഡ്രാസ് വന്നപ്പോൾ, തീയമ്പുകൾ വന്നപ്പോൾ കോംപ്രമൈസ് ചെയ്തു പോയി. ഇടുക്കം മുന്നോട്ട് പോകുന്നതോറും ഷാർപ്നെസ് കൂടുന്നതോറും മുള്ള നിന്ന പരിഹാസം വരുമ്പോൾ ഞാൻ പൊങ്ങുന്നത് എന്തായി? ഇങ്ങനെയുള്ള വഴി ഇങ്ങനെയായി, വിശാലമായി. പാളെണ്ണം കൂട്ട്. സോഷ്യൽ മീഡിയയിൽ വേണ്ടത്ര നല്ല ലൈക്സ്, സബ്സ്ക്രിപ്ഷൻ, കമന്റുകൾ. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ എൻ്റെ പക്ഷെ നിങ്ങളുടെ കൂടെ എത്ര പേരുണ്ട്? അതല്ല ദൈവസഭ. ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കരുതെന്ന് പറയും. ഇതിനകത്താണ് കർത്താവ് പറഞ്ഞ സഭ. ഈ കാണുന്ന ലോകത്തിൽ കാണുന്ന ഇസങ്ങളല്ല, നിന്നിലാണ് നടക്കേണ്ടത്. നിന്നിൽ സെൽഫ് എത്രമാത്രം ഉണ്ട്, നിന്നിൽ ക്രിസ്തു എത്രമാത്രം ഉണ്ട് നിനക്ക് തന്നെ അറിയാം. എപ്പോഴെന്നറിയാമോ? നല്ല അവസ്ഥയിലല്ല, പ്രതികൂല സാഹചര്യത്തിൽ ക്രിസ്തുവാണ് വെളിപ്പെടുന്നത്, അല്ല നീ തന്നെയാണോ വെളിപ്പെടുന്നത്? ഇങ്ങനെ കുറെ നേരം നിന്നെ തന്നെ വെളിപ്പെടുത്തിയ സ്ലോവില് ദുഷ്ടാത്മാക്കൾ ഉള്ളിൽ കയറും. പിന്നത്തെ അവസ്ഥ പഴയതിനേക്കാളും മോശമാണ്. ഇത് സംഭവിക്കാതിരിക്കാനെ പറഞ്ഞു വരുന്നത്. ഇപ്പൊ ഞാനൊന്ന് ഡിവൈഡ് ചെയ്ത് വെച്ചിരുന്നു. ഇൻ ഹിം എന്ന് പറയാൻ മാത്രം പറ്റിയുള്ളൂ. വി ആർ റിഡംഷൻ ത്രൂ ഹിസ് ബ്ലഡ്, the forgiveness of sins,
അക്കോർഡിംഗ് ടു ദ റിച്ചസ് ഓഫ് ഹിസ് ഗ്രേസ്. അതാണ് ഞാൻ റോമലേഖനം 5:17 എടുത്ത് അല്പമായിട്ട് വായിച്ചത്. ഏകന്റെ ലംഘനത്താൽ മരണം ആ പാപ നിമിത്തം നമ്മളിൽ എല്ലാവരിലും വാണിട്ടുണ്ട്. ലോകത്തിൽ മനുഷ്യനായി ജനിച്ച യേശു ക്രിസ്തു ഒഴികെ മനുഷ്യനായിട്ട് വന്ന ഏതൊരുവരിലും ആദാമിന്റെ പാപമുണ്ട്. പാപം എന്ന പ്രവൃത്തിയല്ല, പാപം എന്ന പവർ, നമ്മെ അടിമപ്പെടുത്തി വെച്ചിരിക്കുന്ന പവർ. ഇതിൽ നിന്ന് വിടിവിക്കുവാൻ ഓരോരുത്തരും ഒരു പ്രവൃത്തിക്ക് സാധ്യമല്ല. അൺലെസ് അതർവൈസ് നമ്മളുള്ള സെൽഫിനെ റിജക്ട് ചെയ്ത് ക്രിസ്തുവിന് വാഴുവാൻ ഇടം കൊടുക്കുക. അതാ പറഞ്ഞത് ഇൻ ഹിം, അവനിൽ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ഫ്രീയാ. ഈ അവനിൽ വസിക്കുക എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് വില കൊടുക്കേണ്ടി വരുന്നത്. ലോർഡ്, മറ്റുള്ള വലുതായിക്കോട്ടെ, മറ്റുള്ള എൻ്റെ മുമ്പിൽ വലുതായിക്കോട്ടെ, നോ പ്രോബ്ലം, ഞാൻ ചെറുതായിക്കോളാം, ഞാൻ നിന്നേറ്റോടത്തോളം. മറ്റുള്ളവർ ദൂഷണം പറഞ്ഞാൽ കുഴപ്പമില്ല സാരേ, കർത്താവ് അവൻ പ്രശംസിക്കണം, അവൻ സന്തോഷിക്കണം, അവൻ ചിരിക്കട്ടെ. ഞാൻ അല്പസമയം ദുഃഖത്തിലിരുന്നാലും കുഴപ്പമില്ല, നീ എൻ്റെ കൂടെ ഇരുന്നാൽ മതി. അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ അറിയാം നിങ്ങളുടെ കട്ടതിൽ ഒരു നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത്. അപ്പോൾ അറിയാം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്താണ്. അവിടേക്കാണ് നമ്മൾ ഈ ടോട്ടലി ക്ലാസ്സിൻ്റെ ഫോക്കസ് കൊണ്ടുപോകുന്നത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. സ്വർഗത്തിനും ഭൂമിയും സകല അധികാരമുള്ളവൻ നിങ്ങളിൽ കൂടെ ഭൂരാജക്കന്മാരെ വിധിക്കുന്നത് കാണാം, രാഷ്ട്രങ്ങളെ മാറ്റുന്നത് കാണാം, പ്രകൃതിയിലെ ക്ഷോഭങ്ങൾ നടത്തുന്നത് കാണാം. നിങ്ങൾക്ക് എതിർ നിൽക്കുന്നവരെ ന്യായവിധി നടത്തുന്നത് കാണാം. അത് നടത്താൻ വേണ്ടി ചെയ്യണ്ട, നീ ക്രിസ്തുവിൽ വസിക്കാൻ ശ്രമിച്ചാൽ മതി. അതിനിച്ചിരി വില കൊടുക്കണം. ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ കാര്യം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ വളരെ ലളിതമായ മലയാള ഭാഷയാണ് സംസാരിച്ചത്. ഹ്യൂമൻ ലാംഗ്വേജ്, സ്പിരിച്വൽ ലാംഗ്വേജ് അല്ല സംസാരിച്ചത്, ഹ്യൂമൻ ലാംഗ്വേജ്. അതുകൊണ്ട് ക്രിസ്തുവിൽ വസിക്കുവാനുള്ള സകലവിധ കഴിവുകൾ ശ്രമിക്കുക. ലോർഡ്, നമ്മുടെ പ്രവൃത്തിയല്ല, ലോർഡ്, വിത്തൗട്ട് യു ഐ കനോട്ട്, പ്ലീസ് ഹെൽപ്പ് മീ. എന്നിൽ ഇപ്പോൾ സംസാരിച്ചുള്ള കുറവുകൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ലോർഡ്, എനിക്കിത് മനസ്സിലാക്കി തന്നല്ലോ. പ്ലീസ് ഹെൽപ്പ് മീ, പ്ലീസ് ഹെൽപ്പ് എന്ന് ഏൽപ്പിച്ചു കൊടുത്തു നോക്ക്. അപ്പോൾ അറിയാം നിങ്ങൾ സ്നേഹിക്കുന്നവരവൻ്റെ ശക്തിയും പ്രതാപം എന്താണെന്ന്. ഞാനിന്ന് അനുഭവിക്കാതല്ല പറയുന്നത്, അനുഭവിച്ചിട്ടാണ് പറയുന്നത്. ദൈവമേ കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാൻ പരിശുദ്ധ നെറ്റിലുമായി ദൈവമേ സ്വർഗീയ പിതാവേ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ലോർഡ്, നിന്നെ തിരിച്ചറിയുക, നിന്നിൽ വസിപ്പാൻ നീ കൃപ കൊടുത്താട്ടെ. നിന്റെ കൃപയില്ലാതെ സാധ്യമല്ലല്ലോ കർത്താവ്. ലോകത്ത് ഇത്രമാത്രം ദുഷ്പ്രവൃത്തികളുള്ളപ്പോൾ നിന്നെ കൂടാതെ എങ്ങനെ സാധിക്കും? ലോർഡ് പ്ലീസ്, ഇസ്രായേലിൽ നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. തിരുനാമത്തിലും മഹത്വം പെരുമാറും നിന്റെ പ്രവർത്തികൾ വെളിപ്പെട്ട് വരട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ സ്തോത്രം.